ഹായ് ഹലോ എല്ലാവർക്കും ഇൻഫ്ലക്സ് വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഖാരിഫ് റാബി സെയ്ദ് വിളകൾ. അതിലെ ഖാരിഫ് വിളകളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ് ഏതാണ് ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏത്, റാബി വിള ഏത്, സെയ്ദ് വിള ഏത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആദ്യം ഖാരിഫ് വിള. അപ്പൊ ഖാരിഫ് വിള നമ്മൾ ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നത്. ജൂൺ മാസം. അപ്പൊ ജൂൺ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? മൺസൂൺ ആരംഭം. ജൂൺ മാസം മുതൽ നവംബറിലാണ് നമ്മൾ വിളവെടുക്കുന്നത്. അപ്പോൾ മൺസൂൺ ആരംഭത്തിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്, നമ്മൾ വിളവെടുക്കുന്നത് നവംബർ മാസത്തിലാണ്. അപ്പം മൺസൂൺ വിള എന്നറിയപ്പെടുന്നതാണ് ഖാരിഫ് വിള. എന്താണ്? ജൂൺ നവംബർ മാസങ്ങളിലാണ് വിളവെടുപ്പ് കാലം വരുന്നത്. മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ ഖാരിഫ് വിളകളിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെറിയൊരു കോഡിലൂടെ പഠിക്കാം. പനിച്ച എനക്ക് സോയയുടെ ചോറും ബജിയും മതി. എന്താണ്? പനിച്ച എനക്ക് സോയയുടെ ചോറും ബജിയും മതി. അപ്പൊ നോക്കിക്കോളൂ, പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്, സോയാബീൻ, ചോളം, റാഗി, ബജിയിൽ നിന്ന് ബജ്ര, ജോവർ, മഞ്ഞൾ. ഓക്കെ, പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്, സോയാബീൻ, ചോളം, റാഗി, ബജ്ര, ജോവർ, മഞ്ഞൾ. ഇതിൽ റാഗി, ബജ്ര, ജോവർ എന്നിവയെ തിനവിളകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? തിനവിളകൾ. അപ്പൊ ഇവിടുത്തെ ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണ് തിനവിളകളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ജോവർ, ബജ്ര, റാഗി അല്ലാതെ നാലാമത് ഒരാളും കൂടെ ഉണ്ട്, ചാമ എന്ന് പറയും. എന്താണ്? ചാമ എന്ന് പറയും. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെയാണ് തിനവിളകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇവരൊക്കെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? തിനവിളകൾ എന്നറിയപ്പെടുന്നത് ഇവരെയാണ്. കേട്ടല്ലോ, അത് ഓർത്തിരിക്കുക. ഇനി ചെറുധാന്യങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ. എന്താണ്? ചെറുധാന്യങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് തിനവിളകളെയാണ്. എന്തൊക്കെയാണ്? ചെറുധാന്യങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വിളകൾ, ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളവയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളവയാണ് തിനവിളകൾ. അതുപോലെ തന്നെ സൂപ്പർ ഫുഡ്, പവർ ഹൗസ്. എന്താണ്? നല്ല എനർജി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയുള്ള ഫുഡ്സ് ആണ് ഇത്. അപ്പോൾ പവർ ഹൗസ്, സൂപ്പർ ഫുഡ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് തിനവിളകളെ. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗ്ലൈസെമിക് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കുറവാണ്. എന്താണ് ഗ്ലൈസെമിക് ഇൻഡെക്സ്? അതായത് ഈ ആഹാരങ്ങൾ, ഈ തിനവിളകൾ പെട്ടെന്ന് രക്തത്തിൽ കലരില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്താണ്? ഇത് രക്തത്തിൽ പെട്ടെന്ന് കലരാത്തത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ല ഫുഡാണ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റ് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തിനവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനും കർണാടകയും. അതിൽ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കേട്ടോ, ഏറ്റവും കൂടുതൽ രാജസ്ഥാനാണ്. ഇനി 2023 എന്ന വർഷത്തിന്റെ പ്രത്യേകത, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര തിനധാന്യമായിട്ട് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര തിനധാന്യ വർഷമായി 2023 പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര തിനധാന്യ വർഷമായി 2023 പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര തിനധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2023. ഇനി ഇവിടുന്ന് 3 ആൾക്കാർ നമ്മൾ പറഞ്ഞു, റാഗി, ബജ്ര, ജോവർ, ചാമ. ഇതില് മണിച്ചോളം എന്നറിയപ്പെടുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മണിച്ചോളം എന്നറിയപ്പെടുന്നതാണ് ജോവർ. എന്താണ്? മണിച്ചോളം ജോവർ ആണ്. പവിഴച്ചോളമാണ് ബജ്ര. നമ്മൾ ബജ്ര എന്ന് ഓർക്കുമ്പോൾ ബജി ഓർത്തിരിക്കുക. ബജി, മുളക്. നല്ല പവിഴം പോലെയാണ് മുളക് എന്ന് ഓർത്തിരിക്കുക. പവിഴം ആണ്, നല്ല പവിഴം പോലെയുള്ള മുളക് എന്ന് ഓർത്തിരിക്കുക. പവിഴച്ചോളം ഏതാണ്? ബജ്ര. മണിച്ചോളമാണ് ജോവർ. അടുത്തത് ഫിംഗർ മില്ലറ്റ്. എന്താണ്? ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നതാണ് റാഗി. ഫിംഗർ മില്ലറ്റ് ആണ് റാഗി. ലിറ്റിൽ മില്ലറ്റ് ആണ് ചാമ. എന്താണ്? ലിറ്റിൽ മില്ലറ്റ് ആണ് ചാമ. അപ്പൊ മണിച്ചോളമാണ് ജോവർ, പവിഴച്ചോളമാണ് ബജ്ര, ഫിംഗർ മില്ലറ്റ് ആണ് റാഗി, ലിറ്റിൽ മില്ലറ്റ് ആണ് ചാമ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാമ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലാണ്. മില്ലറ്റ് ഗ്രാമ പദ്ധതി എവിടെയാണ്? മില്ലറ്റ് ഗ്രാമ പദ്ധതി അല്ലെങ്കിൽ തിനവിള ഗ്രാമ പദ്ധതി കേരളത്തിൽ ഏത് ജില്ലയിലാണ്? യെസ്, പാലക്കാട് അട്ടപ്പാടിയിലാണ് വരുന്നത്. മില്ലറ്റ് ഗ്രാമ പദ്ധതി അല്ലെങ്കിൽ തിനവിള ഗ്രാമ പദ്ധതി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി. പാലക്കാട് ജില്ലയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിനവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. അപ്പൊ പാലക്കാടിലെ അട്ടപ്പാടിയിലാണ് മില്ലറ്റ് ഗ്രാമ പദ്ധതി അല്ലെങ്കിൽ തിനവിള ഗ്രാമ പദ്ധതി വരുന്നത്. ഓക്കെ, അപ്പൊ 2023 പത്മശ്രീ കിട്ടിയ ഒരാളെ പറ്റി പഠിക്കാൻ. 2023 നമുക്ക് പത്മശ്രീ കിട്ടിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ ഖാദർ അലി. ആരാണ്? ഡോക്ടർ ഖാദർ അലി, ഇന്ത്യയുടെ മില്ലറ്റ് മാൻ. അപ്പൊ ഡോക്ടർ ഖാദർ അലിയാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ. 2023 പത്മശ്രീ കിട്ടി. തിനവിളകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചതിനാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. ഡോക്ടർ ഖാദർ അലി 2023 പത്മശ്രീ ലഭിച്ചു. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ. എന്താണ്? ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, 2023 മരിച്ച ഒരു വ്യക്തിയുണ്ട് കേട്ടോ. തിനവിളകളുടെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം 2023 മരിക്കുകയുണ്ടായി. അതാണ് ഡോക്ടർ PV സതീഷ്. ഡോക്ടർ PV സതീഷ് ആണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. തിനവിളകളുടെ പ്രചാരണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. 2023 മരിച്ചു. ഡോക്ടർ PV സതീഷ് ആണ് കേട്ടോ. ഡോക്ടർ PV സതീഷ്. ഇന്ത്യൻ ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഖാരിഫ് വിളകളെ പറ്റി പഠിക്കാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ റാബി സെയ്ദ് വിളകളെ പറ്റി ഒരു ക്ലാസ് എടുക്കാം. താങ്ക് യു.